ബോർഹസ് എഴുതിയ ഒരു കഥ ഓർമ്മ വരുന്നു. അത് ഒരു പാതിരി ലോകത്തിലെ എല്ലാ അറിവുകളും നേടിയതിന് ശേഷം മന്ത്രവിദ്യ പഠിക്കാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. അദ്ദേഹം ലോകത്തിലെ വിശ്രുതനായ ഒരു മാന്ത്രികന് ശിഷ്യപ്പെടാൻ തീരുമാനിച്ചു. അദ്ദേഹത്തോട് തൻ്റെ റിക്വസ്റ്റ് അവതരിപ്പിച്ചു. മാന്ത്രികൻ ഇത് അംഗീകരിച്ചു, ഒരൊറ്റ കണ്ടീഷൻ്റെ പേരിൽ. പക്ഷേ മാന്ത്രികൻ പെരുവിരലൊന്നും ആവശ്യപ്പെട്ടില്ല. താങ്കൾ മന്ത്രവിദ്യ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരണം. അതാണ് എൻ്റെ ഗുരുദക്ഷിണ ആയിട്ടുള്ള ആഗ്രഹം. പാതിരി സമ്മതിച്ചു. പാതിരി ഗുരുവിന് ശിഷ്യപ്പെടാൻ തീരുമാനിച്ചു. മാന്ത്രികൻ അദ്ദേഹത്തിൻ്റെ സെല്ലാറിലേക്ക് പുരോഹിതനെ കൊണ്ടുപോയി. ഈ സെല്ലാറിലേക്ക് കടന്നു പോയതിന് ശേഷം ഈ കഥ മറ്റൊരു ലെവലിലേക്ക് മാറും. വളരെ പെട്ടെന്ന് പാതിരിക്ക് ഒരു അനുഭൂതി ഉണ്ടാവുകയും, അതിൻ്റെ പേര് സമാധി എന്നല്ല, അനുഭൂതി ഉണ്ടാവുകയും അദ്ദേഹം തൻ്റെ പ്രവിശ്യയുടെ പുരോഹിതനായി തീർന്നതായി തിരിച്ചറിയുകയും ചെയ്യും വളരെ പെട്ടെന്ന്. പിന്നീട് അയാൾക്കൊരു സിംഹാസനം കിട്ടുന്നു. ഇന്നലെ വരെ ഒരു പള്ളിയുടെ പാതിരി മാത്രമായിരുന്ന അയാൾ ഇന്ന് ഒരു പ്രവിശ്യയുടെ പാതിരിയാണ്. അപ്പോഴുണ്ട് ഈ മാന്ത്രികൻ വേച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ബന്ധുവിന് അങ്ങയുടെ പ്രവിശ്യയിലെ ഒരു സ്ഥലത്ത് ജോലി കൊടുക്കണം. അപ്പോൾ പാതിരി പറഞ്ഞു, ഒരു കാരണവശാലും സാധ്യമല്ല. പെട്ടെന്ന് പിന്നെ പാതിരി കാണുന്നത് അയാൾ കുറേ കൂടി വലിയ ഒരു മൂത്ത പാതിരിയായി മാറുന്നതാണ്. വേണമെങ്കിലൊരു വിസ്തൃതമായ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഖണ്ഡത്തിൻ്റെ പാതിരിയായി മാറുന്നതാണ്. അപ്പോഴും ഈ മാന്ത്രികനായ ഗുരു അയാളുടെ മുന്നിലെത്തിയിട്ട് രണ്ടാമതൊരാവശ്യം മുന്നോട്ട് വയ്ക്കും. അപ്പോൾ പുരോഹിതൻ പറയും, സാധ്യമല്ല, ഇതിവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഒഴിവില്ല. പിന്നീട് അയാൾ കാണുന്ന കഥയിലെ അവസാനത്തെ ഭാഗം ഇയാൾ വത്തിക്കാനിലെ വളരെ പ്രധാനപ്പെട്ട പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന പുരോഹിതന്മാരുടെ അംഗത്തിൽ ഒരാളായി മാറുന്നതാണ്. കർദിനാൾ. പേര് ഇതൊക്കെ സത്യത്തിൽ യേശു ഇതൊക്കെ കേട്ടാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ ആലോചിക്കുക. ഈ സ്ഥാനങ്ങളെക്കുറിച്ച് യേശു കേട്ടിട്ടില്ലല്ലോ, ബൈബിളിലും ഇല്ല, കർദിനാളെന്നൊന്നുമില്ല. പക്ഷേ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കർത്താവിനെ ക്രൂശിലേറ്റിയത് പരീശന്മാരും ശാസ്ത്രികളും അടങ്ങിയ ഒരു സംഘമാണെന്നുണ്ട്. ഈ പരീശന്മാരും ശാസ്ത്രികളുമാണ് ഇപ്പോൾ മതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡയലക്റ്റിക്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം കർദിനാളെങ്കിൽ കർദിനാൾ, അല്ലെങ്കിൽ അതിലും മൂത്ത ഏതെങ്കിലും ആണെങ്കിൽ അത് ആയി മാറി. അപ്പോഴും ഈ മാന്ത്രികൻ മുന്നിലെത്തി ആവശ്യം മുന്നോട്ട് ഉന്നയിച്ചു. അയാൾക്കത് നിരസിക്കാനായിരുന്നു താല്പര്യം. കഥ അവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ ആ കഥ അവിടെ അവസാനിക്കുകയാണ്. കഥ അവസാനിക്കുമ്പോൾ പുരോഹിതൻ ആദ്യം ആരായിരുന്നോ അയാളായി നിൽക്കുന്നു. മാന്ത്രികൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നു. അവർ സെല്ലാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ജനാധിപത്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ കഥ വളരെ പ്രസക്തമാണ് എന്ന് എനിക്കിടക്കിടയ്ക്ക് തോന്നാറുണ്ട്. നാം ഏത് ജനാധിപത്യത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്നതാണ് ചോദ്യം. അതിന് ജനാധിപത്യത്തെ ഒന്ന് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. നമ്മൾ ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഉള്ളിലാണോ, അതല്ല നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയുടെ ഉള്ളിലാണോ, നാം സെല്ലുലാർ ഡെമോക്രസിയുടെ ഉള്ളിലാണോ, അതല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ എത്നിക് ഡെമോക്രസിയുടെ ഉള്ളിലാണോ? കുറേ കാലം മുമ്പ് യാസർ അറഫത്തിനെ എൻ്റെ സഹോദരൻ, എൻ്റെ കൂടപ്പിറപ്പെന്ന് വിളിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ആ യാസർ അറാഫത്തിൻ്റെ വെസ്റ്റ് ബാങ്ക് പോട്ടെ, ഗാസ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ വി യുണൈറ്റ് വിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭരണകൂടമുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ നിന്ന് സെല്ലുലാർ ഡെമോക്രസിയിലേക്കോ അതല്ല എത്നിക് ഡെമോക്രസിയിലേക്കോ മാറിയ ഒരു മാറ്റത്തെയാണോ കാണിക്കുന്നത്? ഇനി അതല്ല, കുറേ കൂടി കടുത്ത എത്നോ ഡെമോക്രസിയുടെ വംശീയതയാണ് ഏറ്റവും വലിയ അധികാര സ്വരൂപം എന്ന് ജനാധിപത്യത്തിനൊരു തൊപ്പി അണിയിച്ചു കൊടുക്കുന്ന അപരവ്യക്തിത്വത്തിൻ്റെ ഒരു കാലത്താണോ നാം ജീവിക്കുന്നത് എന്നത് ജനാധിപത്യത്തെ അറിയാനും അറിയിക്കാനുമുള്ള ചിന്തയുടെ ആദ്യത്തെ ഭാഗമായി മാറുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു ക്ലാരിറ്റി വരാതെ നമുക്കൊരിക്കലും ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. താത്വികമായി
നാം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് പിന്തുടരുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് നാം ഇപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിനെ കുറിച്ച് വളരെ വൈകാരികമായി സംസാരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റ്സിനെ കുറിച്ച് നാം ആധികാരികമായി സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യ മഹാരാജ്യം പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ സാംസ്കാരിക രേഖ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഡിസ്കഷൻസാണ്. ഇപ്പോഴും ചിലർ പറയുന്നത് ലക്ഷക്കണക്കിന് പുറങ്ങൾ വരുന്ന വേദങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അവയ്ക്കെഴുതിയിട്ടുള്ള ബ്രാഹ്മണങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, താന്ത്രിക സമുച്ചയങ്ങൾ, ഇവയൊക്കെ ഒരു വശത്ത് കൂട്ടി വച്ചിട്ട് തൊട്ടിപ്പുറത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഡിസ്കഷൻസ് മറുതട്ടിൽ വെച്ചാൽ ഈ തട്ടിൻ്റെ ഭാരം കൂടിയിരിക്കുമെന്നതാണ് സത്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ആ ഡിസ്കോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ആലോചനയിൽ ആ ഡിസ്കോഴ്സിന് വളരെ വലിയ പ്രാമുഖ്യമുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തട്ടിപ്പല്ലേ? ഉദാഹരണമായി അർഖ്യ സെൻ ഗുപ്തയുടെ ഇതൊരു കൊളോണിയൽ പ്രോജക്റ്റ് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിമർശനമുണ്ട്. അർഖ്യ പറയുന്നത് നാം പുതുതായി ഒന്നും നിർമ്മിച്ചിട്ടില്ല, ഇവിടെ എല്ലാം പുതുതായി തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. നാം 935 ബ്രിട്ടീഷ് ഇന്ത്യ ആക്ടിനെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഒരു ബേസ് ഡോക്യുമെൻ്റായി സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് അർഖ്യ ഒരു ഹൈപ്പോത്തീസിസ് മുന്നോട്ട് വയ്ക്കും. ഇതിനെ കേവലമായി നമ്മൾ കൊണ്ടുവരികയല്ല ചെയ്തത്, മറിച്ച് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നന്നായി പരിചയമുണ്ടായിരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഈ പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് അദ്ദേഹം കോൺഗ്രസ്സിനെ പറയും, അദ്ദേഹം മുസ്ലിം ലീഗിനെ പറയും. കോൺഗ്രസ്സിന് 5 പ്രവിശ്യകളിൽ 935 മുതലുണ്ടായിരുന്ന ഭരണപരിചയം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കൊരു പാലം പണിയാൻ കോൺഗ്രസ്സിനെ സഹായിച്ചു. ലോകത്തിലെമ്പാടുമുള്ള അക്കാദമികളിലെ പഠന പരിചയം അംബേദ്കറിനെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നൊരു പാലം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. മുസ്ലിം ലീഗിനെ സിന്ധ്, ബീഹാർ, പഞ്ചാബ് പോലെയുള്ള പ്രവിശ്യകളിലെ ഭരണപരിചയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാൻ അവരെ സഹായിച്ചു. ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ, സിവിൽ സർവൻസിനെ സംബന്ധിച്ചിടത്തോളം കൊളോണിയൽ ഭരണപരിചയവും 35 മുതൽ സ്റ്റേബിളായി നാം നിർമ്മിച്ചു വെച്ച ഈ ഭരണരീതിയും കോൺസ്റ്റിറ്റ്യൂഷനിലേക്കൊരു പാലം കൊണ്ടുവരാൻ സഹായിച്ചു. സത്യത്തിൽ ഈ വാദമാണ് കോൺസ്റ്റിറ്റ്യൂഷനെ മുറുക്കെ പിടിക്കുമ്പോഴും ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ വിശ്വാസ പ്രമാണം എന്നുള്ളതാണ് ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും ഒന്നാമത്തെ പ്രതിസന്ധി. അതുകൊണ്ട് അർഖ്യ സെൻ ഗുപ്ത പറയും, ഈ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇവിടെ ഫോം ചെയ്തു വരുമ്പോൾ തന്നെ അതിന് ബദലായ ചില പരിശ്രമങ്ങൾ മറുവശത്തുണ്ട്. ഒന്നാമത്തേത് എം.എൻ. റോയ് മുന്നോട്ട് വെച്ചൊരു സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് മാനിഫെസ്റ്റോ, അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എം.എൻ. റോയുടെ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. 2, 1941 ഗാന്ധി മുന്നോട്ട് വെച്ച ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റോ. മൂന്നാമത്തേതാണ് അർഖ്യ സെന്നിന് യോജിപ്പുള്ള മൂന്നാമത്തെ മാനിഫെസ്റ്റോ. അത് ഹിന്ദു മഹാസഭയുടെ, ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭയുടെ ശബ്ദമായി സവർക്കർ മുന്നോട്ട് വെച്ച ഒരു ഭരണഘടനാ സ്വരൂപം. ഈ 3 സ്വരൂപങ്ങൾ ഇന്ത്യയുടെ അംഗീകരിക്കപ്പെട്ട ജനാധിപത്യ ഭരണഘടനയുടെ മറുപുറത്ത് അതിന് ബദലായി നിൽക്കുകയും സെൻഗുപ്തയുടെ വാക്യത്തിൽ ഇതിൽ ഏറെ സ്വീകാര്യമായിട്ടുള്ള തത്വം സവർക്കറുടേതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ 1941 ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ആ ധാരണയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം പഴയ പൂനെയിലെ ഔച്ച് പ്രവിശ്യയെ, അവിടുത്തെ ഗ്രാമീണ വ്യവസ്ഥയെ, അവിടുത്തെ ഭരണ സമ്പ്രദായത്തെ, അവിടെ അവർ പിന്തുടരുന്ന ഗ്രാമീണ ജനാധിപത്യത്തെ, അവിടെ അവർ പിന്തുടരുന്ന സ്വരാജ്യ സങ്കല്പത്തെ, ഗാന്ധിയുടെ 1909 ഹിന്ദു സ്വരാജിൻ്റെ ഒരു വിപുലീകരിക്കപ്പെട്ട രൂപമായിട്ടാണ് 1941 ഡ്രാഫ്റ്റിനെ പറയുന്നത്. അതുകൊണ്ട് ഗ്രാമങ്ങളായിരിക്കണം കേന്ദ്രം, വില്ലേജുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പുരുഷനും സ്ത്രീയും അടങ്ങുന്ന 5 അംഗങ്ങളടങ്ങുന്ന ഒരു വില്ലേജ് സമിതി, ഗ്രാമസഭ
നയിക്കുന്ന ഒരടിസ്ഥാന ഭരണരീതി ഇന്ത്യയിൽ വികസിച്ചു വരികയും അത് ഇന്ത്യയുടെ സ്വരൂപമായി തീരുകയും ചെയ്യണമെന്ന ഗാന്ധിയുടെ സങ്കല്പത്തെ അർഖ്യാ സിംഗ് പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനേക്കാളൊക്കെ സ്വീകാര്യമായിട്ടുള്ള ഒരു മതം ഹിന്ദു മഹാസഭ മുന്നോട്ട് വെച്ച കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളത്. ഇതിന് ഇപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വരും കാലങ്ങളിൽ സവർക്കറുടെ ഈ തത്വം, നമ്മൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, വിക്രം സമ്പത്തിൻ്റെ പുസ്തകമാണ് ഇപ്പോൾ അടുക്കി വച്ചിരിക്കുന്നതിൽ ഏറ്റവും പൊക്കത്തിലിരിക്കുന്നത്. അടുത്ത കാലം വരെയുള്ള കാഴ്ച അങ്ങനല്ല. ഒരു പക്ഷേ ഇപ്പോൾ ചേതൻ ഭഗത്തിൻ്റെ പുസ്തകമായിരിക്കും ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ പുസ്തകശാലകളിൽ അടുക്കി വച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുത്. പക്ഷേ ഇപ്പോൾ നാം കാണുന്ന കാഴ്ച സവർക്കറുടെ ആത്മകഥ എഴുതിയ വിക്രം സമ്പത്തിൻ്റെ ടിപ്പു സുൽത്താനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് അടുക്കി വച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. വായന കുറയുന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഗുജറാത്ത് വികസന കാര്യസമിതി നടത്തുന്ന പുസ്തകോത്സവം എനിക്ക് കാണാൻ പറ്റി. എന്തൊരു കാഴ്ചയാണ്! നമ്മളമ്മാതിരി ഒരു പുസ്തകോത്സവം നടക്കത്തില്ല. ഓരോ സ്റ്റാളിലും വന്നു ചേരുന്ന പുതിയ കുട്ടികളുടെ എണ്ണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മൾ കേരളത്തിൽ നടത്തുന്ന പുസ്തകോത്സവത്തിൽ മാത്രമാണ് ജനത്തിരക്ക് എന്ന് പറയുന്ന കാഴ്ചപ്പാട് സത്യത്തിൽ നമ്മളത് കാണാത്തതുകൊണ്ടാണ്. അവിടെ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ വന്നിട്ട് പുസ്തകശാലകളിലേക്ക് കയറുകയാണ്. പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച രണ്ടാമത് നമ്മൾ മാറ്റിവെക്കണം. വിക്രം സമ്പത്തിൻ്റെ സവർക്കർ വായിക്കപ്പെടുകയാണ്. ആ അർഖ്യാ സെൻ ഗുപ്ത പറയുന്ന കാര്യം, ഈ സവർക്കറുടെ ഭരണഘടനാ സങ്കല്പമാണ് സ്വീകാര്യമായ ഭരണഘടനാ സങ്കല്പം. പക്ഷെ അതിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അംബേദ്കർ പൊളിച്ചിട്ടുണ്ട് എന്നതാണ് അംബേദ്കറുടെ ഫിലോസഫിയിലെ വളരെ പ്രധാനപ്പെട്ടൊരു തത്വം. ഈ പൊളിക്കൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ചർച്ചയിലല്ല. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെക്കുറിച്ചിട്ടുള്ള അംബേദ്കറിൻ്റെ വിസ്തൃതമായ ചർച്ചയ്ക്കിടയിൽ സവർക്കർ പറയുന്ന സാമുദായിക അടിസ്ഥാനത്തിലുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ ബോധത്തിന് ഹിന്ദു മഹാസഭ എതിരാണ്. പക്ഷേ ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾക്ക് മതപരവും സാംസ്കാരികവുമായ സ്വന്തം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അവർ സ്റ്റേറ്റിന് കൊടുക്കുന്ന നികുതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്റ്റേറ്റിൻ്റെ സഹായം സ്വീകരിക്കാനും കഴിയുന്ന ഒരു ഭരണഘടനാ രീതി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത് ചേർത്ത ഓരോന്നിനും പ്രത്യേക ദേശീയ അസ്തിത്വം നൽകി രൂപപ്പെടുത്തിയ ഫെഡറൽ സംവിധാനത്തെ ഹിന്ദു മഹാസഭ തള്ളിക്കളയുന്നു. ഹിന്ദു മഹാസഭ പറയുന്ന മറ്റൊരു ഉയർത്തിയ ശബ്ദം, ഇന്ത്യയിൽ ഹിന്ദുക്കളായ നാം സ്വയം ഒരു ദേശീയത എന്ന നിലയിൽ വ്യതിരിക്തത പുലർത്തുന്നു. നമുക്ക് പൊതുവായ പിതൃരാജ്യം, പ്രാദേശികമായ ഐക്യമുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ പൊതുവായ പിതൃരാജ്യം തന്നെയായി കരുതപ്പെടുന്ന പൊതുവായ ഒരു പുണ്യഭൂമിയും നമുക്കുണ്ട്. സവർക്കർ പറയുന്ന ഈ കാര്യത്തെ ഗോൾവാൾക്കർ പിന്നീട് അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ കുറെ കൂടി വിസ്തൃതമായി പറയുന്നുണ്ട്. രാജ്യം അനശ്വരമാണ്. ഈ അനശ്വരമായ രാജ്യസങ്കല്പത്തെ ശങ്കരാചാര്യ സ്വാമികളെ ഉദ്ധരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരധാര മാത്രമായി വായന നിർത്തിയാൽ ഗോൾവാൾക്കറുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗോൾവാൾക്കർ പറയുന്നത് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രം അനശ്വരമാണ്. ആകയാൽ ആ ശങ്കരാചാര്യ സങ്കല്പത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ കൊണ്ടുപോകണം. ഇത് രവീന്ദ്രനാഥ ടാഗോർ പണ്ട് പറഞ്ഞ, എവിടെയാണോ ശിരസ് ഉയർന്നിരിക്കുന്നത്, എവിടെയാണോ ഹൃദയം വിശാലമായിരിക്കുന്നത്, ആ അനശ്വര പ്രപഞ്ചത്തിലേക്ക് എൻ്റെ രാഷ്ട്രത്തെ നയിക്കണമേ എന്ന ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തെ ഗീതാഞ്ജലി കവിതയിൽ നിന്ന് വ്യത്യസ്തമാണ്. രാഷ്ട്രം അനശ്വരമാണ്. എന്നിട്ട് ശങ്കരാചാര്യ സ്വാമിയെ ഉദ്ധരിക്കും. നമ്മൾ വെറുതെ ശങ്കരാചാര്യ സ്വാമിയെ ഒന്ന് വായിച്ചാൽ അത് അപരോക്ഷാനുഭൂതി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സർവ്വവേദാന്ത സാര സംഗ്രഹമായിക്കൊള്ളട്ടെ, ഇനി ബ്രഹ്മസൂത്ര ഭാഷ്യമായിക്കൊള്ളട്ടെ, അതിലെല്ലാം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അനശ്വരമായിട്ടുള്ള ഒരൊറ്റ സങ്കല്പം മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് താഴെയുള്ള സകലതും മായയാണ്, അത് നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്. അതിലൊരു ശ്ലോകം കൂടി ശങ്കരാചാര്യർ പറയും. ഞാൻ ശങ്കരാചാര്യരെ അനുകൂലിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ശങ്കരാചാര്യർ ഒരു കാര്യം കൂടി പറയും, ഇനി വൈകുണ്ഠവും കൈലാസവും പോലും അനശ്വരമെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവർ മൂഢന്മാരല്ലാതെ മറ്റാരുമല്ല. ആ അർത്ഥത്തിൽ ശങ്കരാചാര്യ സ്വാമിയുടെ വാക്യം അനുസരിച്ച് ഗോൾവാൾക്കർ ഒന്നാം തരം മൂഢനാണ്. ഈ മൂഢത്വത്തെ ആദ്യം വിളിച്ചു പറഞ്ഞ പോലെ ഒരാളാണ് ഈ സവർക്കർ.
അതുകൊണ്ട് സവർക്കറെ പൊളിക്കാൻ അംബേദ്കർ പറയുന്നൊരു പ്രധാനപ്പെട്ട വാക്യം ഇങ്ങനെയാണ്: മിസ്റ്റർ സവർക്കർ ഭൂതകാലത്തെപ്പറ്റി പഠിക്കുന്നതിന് പകരം, അത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കാര്യമാണ്, ഭൂതകാലത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പഠിക്കലല്ല. വർത്തമാനകാലത്തിൽ അയാൾ കുറെ കൂടി ശ്രദ്ധ പതിപ്പിച്ചിരുന്നെങ്കിൽ തൻ്റെ ഹിന്ദുരാഷ്ട്രം അംഗീകരിക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന അതേ വ്യവസ്ഥ നിലനിർത്തണമെന്ന് അയാൾ പറയുകയില്ല. ഇദ്ദേഹം പറയുന്നത് ഇന്ത്യ ഓസ്ട്രിയയെ കണ്ടുപിടിക്കണമെന്നാണ്, തുർക്കിയെ കണ്ടുപിടിക്കണമെന്നാണ്. ഭൂതകാലത്തെ ഓസ്ട്രിയ എങ്ങനെ ഉണ്ടായിരുന്നു? സവർക്കർ പറയുകയാണ്. എന്നിട്ട് അംബേദ്കർ പറയും, ഭൂതകാലത്തെ ഓസ്ട്രിയയെ സവർക്കർ കണ്ടു, ഒക്കെ ശരി തന്നെയാണ്. വർത്തമാനകാലത്തെ ഓസ്ട്രിയയെ സവർക്കർ കണ്ടില്ല. ആ ഓസ്ട്രിയ തകർന്ന് തരിപ്പണമായി പോയി. ഭൂതകാല തുർക്കിയെ സവർക്കർ കണ്ടു. അതാണ് അംബേദ്കർ പറഞ്ഞത്. അയാൾ വർത്തമാനകാലത്തിലേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാകുമായിരുന്നു. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ഇൻഡിപെൻഡൻസ് ഡേ പീപ്പിൾസ് ഹിസ്റ്ററി എന്ന വീണ വേണുഗോപാലിൻ്റെ ചെറിയ പുസ്തകം വായിക്കുമ്പോൾ പരസ്പരം കടിച്ചു കീറുന്ന മനുഷ്യർക്കിടയിൽ കൂടെ ജനാധിപത്യത്തിൻ്റെ ഒരു പാത നാം എങ്ങനെ ക്ലേശകരമായി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതിൻ്റെ ജനങ്ങളുടെ അനുഭവ പരിചയത്തെ കാണാൻ പറ്റും. ഇന്നലെ വരെ എൻ്റെ കടയിൽ ചായ കുടിക്കാൻ വന്നിരുന്ന എൻ്റെ കൂട്ടുകാരൻ ഇന്ന് വന്നത് എൻ്റെ അമ്മ പെങ്ങന്മാരെ അവൻ്റെ കൂട്ടത്തിന് കാട്ടിക്കൊടുക്കാനാണ്. അവരെ ബലാത്സംഗം ചെയ്യ് എന്ന് പറയാൻ ഇന്നലെ വരെ എന്നോടൊപ്പം ചായ കുടിച്ചിരുന്നവൻ ഇന്ന് തയ്യാറാവുന്നു. 1939 ഓഗസ്റ്റ് 15 യു പിയിലെ റായ്ബറേലിയിൽ ജനിച്ച, ഇപ്പോൾ ലഖ്നൌവിൽ ജീവിക്കുന്ന സെയ്ദ് അൻവർ അബ്ബാസിൻ്റെ ഓർമ്മയെക്കുറിച്ചൊരു അധ്യായം ആ പുസ്തകത്തിലുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങൾ കൈ ഉയർത്തി പാടിയിരുന്നു, നയേ ഹിന്ദുസ്ഥാൻ മേഹു നയി ജന്നത്ത് ബനായേഗ, വി ഷാൾ മേക്ക് എ ന്യൂ ഹെവൻ ഇൻ ന്യൂ ഇന്ത്യ എന്ന്. ആ പാട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല. ഞങ്ങൾ ബാപ്പുജിയെക്കുറിച്ച് പറഞ്ഞു, ജഗാവോ ന ബാപ്പുക്കോ നീന്ത് ആ ഗയി ഹെ, ബാപ്പു അങ്ങ് ഉണരണ്ട, അങ്ങയുടെ ഉറക്കം കൊണ്ട് അനശ്വരതയെ സ്പർശിച്ചോളൂ. അങ്ങ് ഏത് കൂട്ടത്തിൽ നിന്നാണ് വന്നത്? ഹി ഹാസ് ലിറ്റ് ദ ഫ്ലെയിം ഫ്രം ഗോഡ് ഫോർ ദ കൺട്രി എന്ന് ഞങ്ങൾ പാടിയിരുന്നു. ബദൻ ഗേ ലിയെ ലോ ലഗാ കെ ഖുദാ ഹെ എന്ന് ഞങ്ങൾ പാടിയിരുന്നു. പക്ഷെ ആ പാട്ടിപ്പോൾ ഞങ്ങൾക്ക് പാടാൻ പറ്റുന്നില്ല എന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ സാമൂഹിക കാലാവസ്ഥ മാറിയിരിക്കുന്നു. 1947 നാം കഠിനമായ ജീവിത സന്ദർഭത്തിൽ നിന്ന്, രാഷ്ട്രീയ സന്ദർഭത്തിൽ നിന്ന് അനേകം രാഷ്ട്രീയ ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു തരത്തിൽ എത്നോക്രസിക്ക് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന അപകടകരമായൊരു സവർക്കസത്തിലേക്ക് നമ്മുടെ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു പക്ഷേ ഇതിൻ്റെ വളരെ പ്രത്യക്ഷമായ സൂചനയായിരിക്കണം പാർലമെൻറ്റ് ഹൗസിനകത്ത് സവർക്കറുടെ ചിത്രം വരുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് ആദരവായ വർത്തമാനങ്ങൾ വരുന്നത്. സവർക്കറുടെ ഭരണഘടനാ സങ്കല്പത്തെക്കുറിച്ച് കൂടി ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഒരു എത്നോക്രസിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഡെമോക്രസി എത്തിച്ചേർന്നിരിക്കുന്ന വലിയ അപകടം ഇതാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ അംബേദ്കറിനെ ഭുജിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അത് അംബേദ്കർ എന്ന് പറയുന്ന വിമർശനത്തെ അല്ല പറയുന്നത്. അതിപ്പോൾ കാസ്റ്റ് മാറ്റേഴ്സിൽ സൂരജ് യങ്ദേ പറയും, അംബേദ്കറിൽ വിമർശിക്കപ്പെടാവുന്ന അംശങ്ങളുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ വിമർശിക്കപ്പെടാവുന്ന അംശങ്ങളുണ്ട്. വിമർശനങ്ങൾക്ക് അതീതമായിട്ടുള്ള ഡിസ്കോഴ്സസ് അല്ല ഇത്. പക്ഷേ വിമർശനങ്ങൾക്ക് അതീതമല്ലെങ്കിൽ കൂടി അത് ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റോ ആണ് എന്ന സൂരജ് യങ്ദേയുടെ ചിന്ത കൂടി നമ്മൾ ഈ ഘട്ടത്തിലെടുക്കണം. ഡെമോക്രസിയിൽ നിന്ന് എത്നോക്രസിയിലേക്കുള്ള ഒരു സഞ്ചാരത്തെക്കുറിച്ചിട്ടുള്ള വാദഗതിയാണ് എൻ്റെ ഒന്നാമത്തെ ഭാഗം. അത് തീർന്നു.